ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു VFDയുടെ ഡീആക്സിലറേഷൻ ടൈമിങ്ങിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചിൽ വാട്ടർ സിസ്റ്റത്തിൻ്റെ സെക്കൻഡറി പമ്പാണ്. അപ്പോൾ ആ സെക്കൻഡറി പമ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു VFD മുഖേനയാണ്. ഇതുപോലുള്ള ഹെവി പമ്പുകൾ സഡനായിട്ട് ഓഫ് ആവുമ്പോൾ സംഭവിക്കുന്ന ബാക്ക് പ്രഷർ, ആ ഹെവി ബാക്ക് പ്രഷറിനെ നമ്മൾ എങ്ങനെ ഈ ഡീആക്സിലറേഷൻ ടൈമിങ്ങിലൂടെ ഡൈലൂട്ട് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ നിയന്ത്രണം ആക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു VFDയുടെ ഡീആക്സിലറേഷൻ ടൈമിങ്ങും ആക്സിലറേഷൻ ടൈമിങ്ങും നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഡീആക്സിലറേഷൻ ടൈമിങ് കൂട്ടുവാണെങ്കിൽ ഈ ബാക്ക് പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. VFDയുടെ ഡീആക്സിലറേഷൻ ടൈമിങ് കൂട്ടിയപ്പോൾ സംഭവിച്ച വ്യത്യാസമാണിത്. നമ്മൾ VFDയുടെ ഡീആക്സിലറേഷൻ ടൈം കൂട്ടിയപ്പോൾ ആ പമ്പ് വളരെ സ്മൂത്തായിട്ടാണ് ഓഫായത്, നമുക്കിവിടെ കാണാം. അപ്പോൾ അത് കാരണം ആ ബാക്ക് പ്രഷർ അവിടെ വളരെ സ്മൂത്തായിട്ട് ഇല്ലാതാവുകയും ചെയ്തു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ആക്സിലറേഷൻ ടൈമിങ്ങും ഡീആക്സിലറേഷൻ ടൈമിങ്ങും പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം എന്നും മനസ്സിലാക്കാം. പല VFDയുടെ ബ്രാൻഡ് വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ പാരാമീറ്ററിനും ചെറിയ ചെറിയ ചേഞ്ചസ് കാണും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്റ്റേ സേഫ്. ഗുഡ് ബൈ.